Warm Republic Day greetings to all my viewers in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സുരക്ഷയും അതിൻ്റെ കെട്ടുറപ്പും അഖണ്ഡതയും സമഗ്രതയുമെല്ലാം ഇന്ത്യക്കാരായ നാം ഓരോരുത്തരുടെയും ആഗ്രഹമാണ്, ആവശ്യമാണ്. നാം ഓരോരുത്തരും അതിനായി യത്നിക്കേണ്ടതാണ്. അത് നമ്മുടെ കർത്തവ്യമാണ്. കാരണം ഈ രാജ്യം ദൈവത്തിൻ്റെതാണ്. ഇതിൽ പാർക്കുവാൻ ദൈവമാണ് നമ്മെ ഇടയാക്കിയത്. ഇന്ത്യക്കാരായിരിക്കുന്നതിൽ നാം ഓരോരുത്തരും അഭിമാനിക്കണം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. The earth is the Lord's and everything in it, the world and all who live in it. For he founded it upon the seas and established it upon the waters. സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുവാൻ കഴിയുള്ളൂ. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർ അതിന് തുരങ്കം വയ്ക്കും. രാജ്യത്ത് അസമാധാനവും അസന്തുഷ്ടിയും കലാപവും എല്ലാം ഉണ്ടാക്കുന്നത് ഇക്കൂട്ടരാണ്. ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ദയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. രാജ്യത്തിന് ഡിസ്ഗ്രേസ് വരുത്തുന്നത് അവരാണ്. നാം ആ ദുഷ്ടശക്തികളെ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം. ഇന്ന് പ്രാരംഭമായി 101 സങ്കീർത്തനം നമുക്ക് ആലപിക്കാം. ഇത് ലിറിക്കൽ പോയമാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. Psalm 101. ഇവിടെ ദാവീദ് ആലപിക്കുകയാണ്, ഞാൻ ദേ ന്യായത്തെയും കുറിച്ച് പാടും. ഒരു രാജ്യത്തിന് വേണ്ടതാണ് ന്യായവും അതുപോലെ ദയയും. അതിൽ വസിക്കുന്നവർ ദയുള്ളവരായിരിക്കണം, ന്യായം പ്രവർത്തിക്കുന്നവരായിരിക്കണം. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവഭയമുള്ളവരായിരിക്കണം. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും? ഞാൻ എൻ്റെ രാജ്യത്തിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഓരോ സിറ്റിസണിനും വേണ്ടിയതാണ് ഈ നിഷ്കളങ്കത. നാം നിഷ്ഠൂരന്മാരായിക്കൂടാ, ദുഷ്പ്രവർത്തിക്കാർ ആയിക്കൂടാ. വേഴ്സ് 3 പറയുന്നു, ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കയില്ല. ഇന്ന് എത്രയോ ആളുകളാണ് ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ കൂടുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെയുള്ള കുൽസിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് എത്രയോ ആൾക്കാരാണ്. അവർ രാജ്യത്തിൻ്റെ സമഗ്രതയ്ക്ക് തുരങ്കം വയ്ക്കുന്നവരാണ്, രാജ്യത്തെ നശിപ്പിക്കുന്നവരാണ്. അവരിൽ കുടികൊള്ളുന്നത് ദൈവമല്ല, പിശാചാണ്. പൈശാചികൻ്റെ പ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. ഇവർ സ്വൈരമായി പാർക്കുന്നവരെ പല കുറ്റാരോപവും നടത്തി അവരെ ഇല്ലായ്മ ചെയ്യും.
ഈ രാജ്യത്ത് പലപ്പോഴും നാം കാണുന്നത് അതാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം പറയുന്നു, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി എപ്പോഴും അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവർ എന്നെ ശുശ്രൂഷിക്കും. ദൈവത്തെ അറിയുന്നു അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നവർ എന്താണ് ചെയ്യുന്നത്? നിഷ്കളങ്കരായും നേരായും നടക്കുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്ത് സമാധാനമുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. അവർ കലാപങ്ങളിൽ ഇടപെടുകയില്ല. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ രാജ്യത്തിൽ വസിക്കുകയില്ല. ഭോഷ്ക് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല. അതാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദുഷ്പ്രവർത്തിക്കാർക്ക് സ്ഥാനമില്ല. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് നാം പാർക്കേണ്ടതാണ്. നടപ്പിൽ നാം നിഷ്കളങ്കരായിരിക്കണം. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ നാം പങ്കുചേരരുത്. അവരുടെ പ്രവൃത്തികളിൽ നാം കൂട്ടാളികൾ ആകരുത്. നമുക്ക് Psalm 101 ഒന്നുകൂടെ വായിക്കാം. I will sing of your love and your justice. To you, O Lord, I will sing praise. I will be careful to lead a blameless life. When will you come to me? I will walk in my country with blameless heart. I will set before my eyes no vile thing. The deeds of faithless men I hate. They will not cling to me. Men of perverse heart shall be far from me. I will have nothing to do with them. I will have nothing to do with evil. ഓരോ ഇന്ത്യക്കാരൻ്റെയും ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കണം. Whoever slanders his neighbor in secret, him will I put to silence. Whoever has haughty eyes and a proud heart, him will I not endure. അങ്ങനെയുള്ളവനെ ഞാൻ സഹിക്കയില്ല എന്നാണ് നാം ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. God says, my eyes will be on the faithful in the land, that they may dwell with me. He whose walk is blameless will minister to me. ദൈവത്തെ ആരാധിക്കുവാൻ അനേകായിരം ആരാധനാലയങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ആരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്, ദൈവത്തിന് മിനിസ്റ്റർ ചെയ്യുന്നത്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ആരാണ്? ഇവിടെ പറയുന്നു, ദൈവം തന്നെ പറയുന്നതാണ്. He whose walk is blameless will minister to me. No one who practices deceit will dwell in my country. No one who speaks falsely will stand in my presence. There is no place for evildoers in the land of the Lord. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ പാർക്കുമ്പോൾ, വേറൊരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുമാണ് നാം. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നവർ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ആ രാജ്യം നൽകുവാനായിരുന്നു, ദൈവരാജ്യം. ആ രാജ്യത്തിൽ നമുക്ക് അങ്ങനെ അങ്ങ് കടക്കുവാൻ സാധ്യമല്ല. അതിന് നമുക്ക് യോഗ്യത വേണം.
പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ ആത്മാവാകുന്നു. ആത്മാവാകുന്ന മനുഷ്യൻ ഈ ശരീരത്തിൽ വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ശരീരത്തിനുള്ളത് സിൻഫുൾ നേച്ചറാണ്, ലോവർ നേച്ചർ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന്. നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം പാപരഹിതരാകണം. ഈ ശരീരത്തിന് ഒരു ഹയർ നേച്ചർ ഉണ്ടാകണം. നമ്മുടെ പാപമെല്ലാം മാറണം. നമ്മുടെ പാപവും ശാപവുമെല്ലാം യേശുക്രിസ്തു കാൽവറിയിൽ ചുമന്നൊഴിച്ചു. യേശുക്രിസ്തു ചെയ്ത ആ രക്ഷണ പ്രവൃത്തിയെ ആര് വിശ്വസിക്കുമോ, ആ യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും തങ്ങളുടെ ദൈവവും രക്ഷകനുമായി ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റു പറയുമോ, അവനാണ് ആ ദൈവരാജ്യത്തിന് അർഹൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുന്നത് അന്യന്മാരും പരദേശികളും എന്ന പോലെയാണ്. നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്, ദൈവരാജ്യത്തിലാണ്, അഥവാ സ്വർഗരാജ്യത്തിലാണ്. ഇന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നാം ആത്മീയമായി ആ ദൈവരാജ്യത്തിലാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ വരവോടെ ആ ദൈവരാജ്യത്തിൻ്റെ, ആ സ്വർഗരാജ്യത്തിൻ്റെ ഇനോഗ്രേഷൻ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആക്ഷരികമായി ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാധിരാജാവും കർത്താധികർത്താവുമായി ഈ ഭൂമിയിൽ വാഴും. ഇന്ന് നാം അന്യന്മാരെ പോലെയാണ്, പരദേശികളെ പോലെയാണ്. നമ്മെ ദുഷ്പ്രവർത്തിക്കാർ എന്തെല്ലാമാണ് ദുഷിച്ചു പറയുന്നത്, എന്തെല്ലാം പീഡകളാണ് നമുക്ക് സഹിക്കേണ്ടി വരുന്നത്. നാം അതിനൊന്നും മറുപടി പറയുന്നില്ല. നാം അന്യന്മാരും പരദേശികളുമായി ആ ഒരു അവസ്ഥയിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറു ചകിട് കാണിച്ചു കൊടുക്കുന്നത്. നാം ജഡപ്രകാരം പോരാടുന്നവരല്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. 1 Peter chapter 2 verses 11 to 17 എങ്ങനെയായിരിക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ അനുഭവിക്കേണ്ടി വരുന്നത്, അപ്പോൾ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും. നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളുടെ നേരെ ആരോപിക്കും. അവർ ചെയ്യുന്നത് നിങ്ങളുടെ നേരെ ആരോപിക്കും. അപ്പോഴെല്ലാം നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് ദൈവത്തെ അവർ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. തുടർന്ന് പറയുന്നു, സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ.
ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവീൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ മക്കളായും നടപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. രാജാവിനെ ബഹുമാനിപ്പീൻ. ഇന്നിവിടെ രാജാവില്ല, അതിനു പകരം പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെയാണ്. ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങുവാനാണ് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുന്നത്. അധികാരികളെ ശ്രേഷ്ഠ അധികാരികൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധികാരവർഗത്തിന് നാം കീഴടങ്ങണം. സകല മാനുഷ നിയമങ്ങൾക്കും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവാനാണ് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. Dear friends, I urge you as aliens and strangers in the world to abstain from sinful desires which war against your soul or your spirit. Live such good lives among the pagans that though they accuse you of doing wrong, you may see your good deeds and glorify God on the day He visits us. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. ആ സന്ദർശന ദിവസത്തിൽ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മുടെ ആ നടപ്പ് ഇടയാകണം. ഞാൻ വേഴ്സ് 12 ഒന്നുകൂടെ വായിക്കാം. Live such good lives among the pagans that though they accuse you of doing wrong. ഇത് വെറും അക്യൂസേഷൻ മാത്രമാണ്, ആരോപണമാണ്. കുറ്റം ആരോപിക്കുകയാണ്. ചെയ്യാത്ത കാര്യങ്ങളൊക്കെയും ചെയ്തു എന്ന് ആരോപിക്കുകയാണ്. എത്രയോ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിമിത്തം തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ പേർ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. എത്രയോ ആളുകളാണ് പീഡനങ്ങൾ സഹിക്കുന്നത്. വെറും അക്യൂസേഷൻസ് അതിൻ്റെ പുറത്ത്. Dear friends, I urge you as aliens and strangers in this world to abstain from sinful desires which war against your spirit. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ദുഷ്പ്രവൃത്തികളിലൊക്കെയും ഇടപെടുവാൻ തക്കവണ്ണം പ്രേരണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കണം എന്ന് സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നവർക്കാണ് എല്ലാ കെണികളിലും വീഴുവാൻ ഇടയാകുന്നത്. എത്ര രീതികളിലുള്ള റാക്കറ്റ്സാണ് ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. മാഫിയകൾ, മദ്യം, മയക്കുമരുന്ന്, സെക്സ്, ചാരപ്രവർത്തനം, അതിലൊക്കെയും വീഴുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ വീഴുവാൻ ഇടയാകുന്നത് ഇതുപോലെയുള്ള ലോകമോഹങ്ങൾക്ക് അധീനരായി ജീവിക്കുന്നത് കൊണ്ടാണ്. ദൈവമക്കൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള മോഹങ്ങൾക്ക് അധീനരാകരുത്. You have to abstain from sinful desires that war against your spirit. ഇത് നിങ്ങളുടെ ആത്മാവിനോട് യുദ്ധം ചെയ്യുന്നതാണ്, പോരാടുന്നതാണ്. അതിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. Submit yourselves for the Lord's sake to every authority instituted among men, whether to a king as the supreme authority
or to governors who are sent by him to punish those who do wrong and to commend those who do right. For it is God's will that by doing good you should silence the ignorant talk of foolish men. Live as free men, but do not use your freedom as a cover-up for evil. Live as children of God. Show proper respect to everyone. Love the brotherhood of believers. Fear God. Honor the king. Honor the authority. നാം ഈ ലോകത്തിൽ ജഡത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ദൈവരാജ്യത്തിൽ നാം ജീവിക്കേണ്ടവരാണ് എന്നറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. ആ ഒരു ബോധത്തോടെ ജീവിക്കാം. നമുക്ക് പാടാം. Oh, for 1,000 tongues to sing my great Redeemer's praise, the glories of my God and King, the triumphs of His grace. Jesus, the name that charms our fears, that binds our sorrows, cease. 'Tis music in the sinner's ears, 'tis life and health and peace. He breaks the power of cancel sin, He sets the prisoner free. His blood can make the foulest clean, His blood availed for me. Hear Him, ye deaf, His praise ye dumb, your loosened tongues employ. Ye blind, behold your Savior come, and leap ye lame for joy. My gracious